പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം ഇന്ന് ഡോക്ടേഴ്സ് ഡേ ആണ്. അപ്പോൾ ലോകവ്യാപകമായിട്ട് ഡോക്ടർമാരുടെ ഒരു ദിവസം നമുക്കറിയാം, പലവിധ ദിനങ്ങൾ നമ്മൾ ആചരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ജൂലൈ 1 ഒരു ഡോക്ടർ ദിനമായിട്ടാണ് ലോകവ്യാപകമായിട്ട് ആചരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഏറ്റവും പഴയ തലമുറയിലും പുതിയ തലമുറയിലും പെട്ട ഒരു വൈദ്യ ചികിത്സാ പാരമ്പര്യത്തിൽ ഉള്ള ഒരു കണ്ണിയാണ് ബഹുമാനപ്പെട്ട ശ്രീ രാമേന്ദ്രൻ ഡോക്ടർ. ഞാൻ ജനിക്കുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹം ഇവിടെ ഈ പേരാവൂരിൽ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ തങ്കൻ ഡോക്ടർ, അതുപോലെ പഴയ ഡോക്ടർ പരമ്പരയിലെ ഒരാളാണ് ശ്രീമാൻ രാമേന്ദ്രൻ ഡോക്ടർ. അപ്പോൾ ഞങ്ങളുടെ സീനിയർ ഡോക്ടർ മുരിങ്ങോടി സീനിയർ ചേംബർ ഇന്റർനാഷണൽ മുരിങ്ങോടി ലീജിയൻ്റെ വകയിൽ ഈ ഡോക്ടർ ദിനത്തിൽ അദ്ദേഹത്തെ ആദരിക്കുക എന്നുള്ളൊരു ചടങ്ങാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഏറ്റവും ആദരണീയനായ ഇന്നത്തെ ഈ ആരാധ്യനായ ശ്രീ രാമേന്ദ്രൻ ഡോക്ടർ അവരുടെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ ഈ ചടങ്ങ് നിയന്ത്രിക്കുന്നതിനും അധ്യക്ഷം വഹിക്കുന്നതും നമ്മുടെ ബഹുമാനപ്പെട്ട സീനിയർ ചേംബർ ഇന്റർനാഷണൽ മുരിങ്ങോടി ലീജിയൻ്റെ പ്രസിഡന്റ് ശ്രീ സുഭാഷ് മാസ്റ്ററാണ്. ശ്രീ സുഭാഷ് മാസ്റ്റർ ഞാൻ ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ ശ്രീ രാമേന്ദ്രൻ ഡോക്ടറുടെ മകൻ ഡോക്ടർ അമറുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, അദ്ദേഹം ഒരു സിനിമാക്കാരനും കൂടിയാണ്. നമുക്കറിയാം, ഈ ഡോക്ടർ ജോലി എന്ന് പറയുമ്പോൾ വളരെയധികം ഗൗരവം അർഹിക്കുന്നതും അതുപോലെ തന്നെ അവർക്കെപ്പോഴും സഹൃദയത്വവും തമാശകൾ പറയാനൊന്നും സമയക്കുറവായിരിക്കും ഏറ്റവും പ്രധാനം. അപ്പോൾ എപ്പോഴും ഗൗരവമേറിയതും വളരെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് കൂടിയാണ് ഓരോ ഡോക്ടറും കടന്നു പോകുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഡോക്ടർമാർക്കുള്ള സ്ഥാനവും നമുക്കറിയാം. നമ്മുടെയൊക്കെ പലരുടെയും ജീവൻ രക്ഷിച്ചതും ഇനി അങ്ങോട്ട് മനുഷ്യ രാശിയുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗവും ഡോക്ടറാണ്. അപ്പോൾ അതിൻ്റെ മഹത്വങ്ങളിലേക്കും അതിൻ്റെ കാര്യങ്ങളിലേക്കും ഞാൻ വിശദീകരിക്കുന്നു. അപ്പോൾ ശ്രീ അമർ ഡോക്ടറെ പറ്റി രണ്ട് കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹം നല്ലൊരു സിനിമാക്കാരൻ കൂടിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, അഭിനയിച്ചിട്ടുണ്ട്. സിനിമാ നിർമ്മാണം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫീൽഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഡോക്ടർ ഒന്ന് കന്യ ഡോക്ടർ ഡോക്ടർ. അപ്പോൾ ഡോക്ടർ കന്യ, ഡോക്ടർ ശ്രീലക്ഷ്മി, ഇവരൊക്കെ ആണ് ഇവിടെ നമ്മുടെ ഈ വേദിയിലുള്ള ഡോക്ടർമാർ. ഇവരെ ഞാൻ ഈ കാര്യത്തിൽ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇവിടെ സ്വാഗത പ്രാവശ്യം നമ്മുടെ സീനിയർ സമ്മർ മുന്നോടിയുടെ സീനിയർ മെമ്പർ ശ്രീ രാജേഷ് കെ സ്വാഗത പ്രസംഗത്തിൽ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഇന്ന് നാഷണൽ ഡോക്ടേഴ്സ് ഡേ ആണ്. ഈ ഒരു ചടങ്ങിൽ രാമേന്ദ്രൻ ഡോക്ടറുടെ മുന്നിൽ നിന്നിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ എൻ്റെ ഒരു ജ്യേഷ്ഠൻ്റെ സ്ഥാനത്ത് കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് കണ്ടുകൊണ്ട് ഈ ഒരു ചടങ്ങിൽ സംബന്ധിക്കാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു, എനിക്ക് 58 വയസ്സായി. അപ്പോൾ വളരെ കുഞ്ഞുനാളിൽ എൻ്റെ അമ്മയോടൊക്കെ കൂത്തുകൊണ്ടിരാണ്. അപ്പോൾ നമ്മൾ ഈ പേരാവൂർ വഴി കടന്നു പോകുമ്പോൾ പഴയ കൈതേരി ബസ്, MRS ബസ്, ഈ ബസ്സൊക്കെ നിർത്തുക പഴയ ബാസ്റ്റൻ ഡോക്ടറുടെ ആ മെഡിക്കൽ ഷോപ്പിൻ്റെ മുന്നിലാണ്. അപ്പോൾ നമ്മൾ അന്ന് ചെറിയ വയസ്സിൽ 8, 9, 10 ആ വയസ്സിൽ ഒരു ബോർഡ് അവിടെ വാങ്ങിക്കും, ഇൻഡിജീനിയസ് ഡ്രഗ് ഹൗസ്. ഞാൻ പറഞ്ഞത് സത്യത്തിൽ അന്ന് എന്താണ് ഇൻഡിജീനിയസ് എന്ന് അറിയില്ലല്ലോ ചെറിയ പ്രായത്തിൽ. അപ്പോൾ എനിക്ക് ഡിക്ഷണറി കിട്ടിയപ്പോൾ ഞാൻ എന്താണ് ഇൻഡിജീനിയസ് ഡ്രഗ് ഹൗസ് എന്ന് ആ ഡിക്ഷണറി നോക്കിയതിൻ്റെ അർത്ഥം പഠിച്ചു. അപ്പോൾ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അവസരത്തിൽ ബാസ്റ്റൻ ഡോക്ടറെ പരാമർശിക്കാതെ പോകുന്നത് ഭൂഷണമല്ല എന്നുള്ളത് കൊണ്ട് മാത്രം സൂചിപ്പിക്കാം. അപ്പം പേരാവൂരിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രാദേശികം, ഇൻഡിജീനിയസ് പ്രാദേശികമായിട്ട് അതിന്റെ വ്യാപ്തി ഇന്നത്തേക്കാളും അന്നത്തെക്കാളും എത്രയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത് ഇതിനേക്കാൾ വളരെ വ്യാപ്തിയുള്ള ഒരു വലിയൊരു പ്രദേശം തന്നെ നമ്മുടെ വൈദ്യരംഗത്ത്, ആരോഗ്യ വൈദ്യരംഗത്ത് ഒരു കുലപതിയായിട്ട് നമ്മുടെ പേരാവൂരുണ്ടായിട്ടുള്ള ബാസ്റ്റൻ ഡോക്ടറുടെ താവഴിയായി ഇപ്പോൾ രാമൻ ഡോക്ടറും, അതിനുശേഷം അത് പാരമ്പര്യമായി തന്നെ നിലനിൽക്കുന്ന രീതിയിൽ പേരാവൂരിന്റെ ഈ വൈദ്യരംഗത്തുള്ള ആ ഒരു ശേഷിപ്പ് ഇനി അങ്ങോളം തുടരണം എന്നുള്ളൊരു ആശംസയാണ് എനിക്ക് ആദ്യമായിട്ട് സൂചിപ്പിക്കാനുള്ളത്.
മറ്റൊന്ന് ഡോക്ടേഴ്സ് ഡേ എന്ന് പറയുമ്പോൾ നമുക്ക് ഡോക്ടർമാരുടെ സേവനത്തെ കുറിച്ച് ഇവിടെ രാഴ്ച സൂചിപ്പിച്ചുകൊണ്ട് ഇനി ഒരു ആളുകൾ സംസാരിക്കാറുണ്ട്. ഡോക്ടർമാരുടെ സേവനം എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ നമ്മുടെ മക്കള് ഒരു ഡോക്ടർ ആവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. പലപ്പോഴും മാർക്കിന്റെ പ്രശ്നത്തിലും കാര്യത്തിലൊക്കെ നമ്മൾ പുറകോട്ട് പോകുമ്പോഴും വളരെ പ്രയാസത്തോടു കൂടി കടന്നുപോയ അനുഭവങ്ങളുണ്ട്. ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവൻ അവരുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ എത്രമാത്രം നമുക്ക് ദൈവതുല്യനായിട്ടുള്ള ഒരു ജോലിയാണ് ഡോക്ടർ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വൈകിയ വേളയിലേറെ ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. നമുക്ക് പേരാവൂരിൽ നമുക്ക് രാമേന്ദ്രൻ ഡോക്ടറുടെ സേവനം, അദ്ദേഹം പിന്നെ പേരാവൂരിൽ നമ്മൾ എനിക്ക് എൻ്റെ ഒരു പേഴ്സണലായിട്ട് ഓർമ്മ ഉണ്ടാകും. ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സുധാകരൻ എംപിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ഇവിടെ വെച്ച് പൂളക്കുറ്റിയിൽ വെച്ച് ഞാൻ ഒരു കാർ ആക്സിഡന്റ് പെട്ടു. ഉടനെ തന്നെ രാമേന്ദ്രൻ ഡോക്ടർ കൊണ്ടുവന്നു. പിന്നെ ചെവിയുടെ ഇവിടെ ഏതാണ്ട് ഒരു വിരലിന്റെ പകുതി ഉള്ളിലോട്ട് പോകുന്ന രീതിയിൽ ഒരു കുഴിയാണ്, മുറിഞ്ഞില്ല. അപ്പോൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി എനിക്ക് ഓർമ്മ ഒന്നും നഷ്ടപ്പെട്ടില്ല. അപ്പോൾ എൻ്റെ ഭാര്യയും കുടുംബവും പുറത്തൊക്കെ ഉണ്ട്. പക്ഷെ ഡോക്ടർ എൻ്റെ മുമ്പ് പറഞ്ഞു, ഇതൊന്നും പ്രശ്നമൊന്നുമില്ല, ഇപ്പൊ ഇത് നിങ്ങൾ ഒന്ന് നോക്കിയാൽ മതി, ഒന്ന് സ്കാൻ ചെയ്ത് നോക്കണം, വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ കൂടെ വന്ന ആളോട് ഡോക്ടർ പറഞ്ഞത് തലക്കുള്ളൊരു കുഴിയാണ്, ഒന്ന് നിങ്ങൾ ഇത് കൊണ്ടുപോയിട്ട് കാര്യമായിട്ട് ഒന്ന് ചെക്ക് ചെയ്യണം, വേഗം പോകണം എന്ന് പറഞ്ഞു. ഞാനൊരു വണ്ടി പിടിച്ചു പോയി. അപ്പൊ ആ രോഗിയുടെ മുന്നിൽ വെച്ചിട്ട് എനിക്ക് പൂർണ്ണമായിട്ടും എന്റെ മനസ്സിന് ഒന്നുമില്ല എന്ന രീതിയിൽ ഞാൻ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലാണ് എത്തുന്നത്. അതുവരെ എനിക്കൊരു പ്രശ്നമില്ല, നല്ല ഓർമ്മയിൽ തന്നെ പോയി, കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ചികിത്സയും കഴിഞ്ഞ് തിരിച്ചു വന്നു. അപ്പൊ ആ ഡോക്ടറെ അടുത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ആ രോഗിക്ക് കൊടുക്കുന്ന ഒരു സ്വാതന്ത്ര്യം, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ കാര്യത്തിൽ ഡോക്ടർ അന്നും ഇന്നും പാലിച്ചു പോകുന്നൊരു കാര്യമുണ്ട്. അപ്പൊ അതിന് ഞാൻ അദ്ദേഹത്തെ പ്രത്യേകം പ്രശംസിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഏതായാലും ഈ ഡോക്ടേഴ്സ് ഡേയില് നമ്മുടെ സീനിയർ ചെമ്പർ മുരിങ്ങോട് ഇന്റർനാഷണൽ ലീജിയൻ ഇങ്ങനൊരു, കഴിഞ്ഞ വർഷം ഞങ്ങൾ അഷ്ടം ഹോസ്പിറ്റലായിരുന്നു ചെയ്തിട്ടുള്ളത്, ഈ വർഷം രാമേന്ദ്രൻ ഡോക്ടറെയാണ് ഞങ്ങൾ ആദരിക്കുന്നത്. ഏതായാലും ഞങ്ങളുടെ ഈ വിരുന്ന് ഡോക്ടർ നൂർസമാൻ സന്തോഷത്തോട് ഏറ്റെടുത്ത്, നമ്മുടെ ഡോക്ടറെ കുറിച്ച് ഞാൻ പറയുന്നില്ല, കഴിഞ്ഞ ഒരു പരിപാടി അദ്ദേഹത്തെ ഇതുപോലെ തന്നെ നമ്മൾ വലിയൊരു പരിപാടിയില്ലാത്ത ക്ഷണിച്ചിരുന്നു. പക്ഷെ അന്നത്തെ ദിവസം ഡോക്ടറുടെ മാനേജർ ഫോട്ടോ ഉൾപ്പെട്ടിട്ട് വന്നു. 19 ആളുകൾ വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ ലോകത്തിലേക്കാൾ വരുന്നല്ലോ, നമുക്ക് പ്രയാസമില്ല. ഡോക്ടർക്ക് ഇനിയും നമ്മുടെ ഈ സീനിയർ ചെമ്പറുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിനെ ഞങ്ങളെ വിളിക്കും. അതിപ്പം ഡോക്ടറിനെ വിളിച്ച് കിട്ടി. ഏതായാലും ഇങ്ങനെ ഒരു മുഹൂർത്തത്തിന് നമുക്ക് ഒരു അവസരം തന്ന ഡോക്ടർക്കും കുടുംബത്തിനും ശ്രീലക്ഷ്മി ഡോക്ടർ, ഡോക്ടർ ആമർ ഡോക്ടർ, അപ്പോൾ ഈ നമുക്കൊരു അവസരം തന്നില്ല, നമുക്ക് ഈ ഡോക്ടർ ഫാമിലിയോട് വളരെയേറെ സീനിയർ ചെമ്പർ പരിപാടിക്ക് വേണ്ടി നമ്മുടെ നന്ദിയും കടപ്പാടും കൂടി രേഖപ്പെടുത്തിയാണ്. അടുത്തായി നമുക്ക് ഡോക്ടറെ ഷാളണിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സീനിയർ ചെമ്പറിന്റെ ചാപ്റ്റർ പ്രസിഡന്റ് ശ്രീ ബാബു ജോസും അതുപോലെ തന്നെ നമ്മുടെ ബാബു വട്ടം ചേർന്നിട്ട് ഷാൾ അണിയിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. ഏകദേശം 51 വർഷമായി പേരാവൂരിൽ വന്ന് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അതിന് മുൻപേയും ഏകദേശം ഒരു 10-12 വർഷത്തോളം ഞാനിവിടെ സ്ഥിരം സന്ദർശകനായിരുന്നു. കാരണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഭാസ്കരേട്ടൻ ഇവിടെ ഉള്ളതുകൊണ്ട് ഒരു സിംലയിലോ ഊട്ടിയിലോ പോകുന്നത് പോലെ കൊല്ലത്തിൽ വെക്കേഷൻ വരുമ്പോൾ ഒരു വരവ് ഇവിടെയാണ് ഞങ്ങൾ വരിക. ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം എല്ലാവരും, അതായത് ഞാനുണ്ടാവും, മരുമക്കളുണ്ടാവും, ബാക്കി എല്ലാവരും ഉണ്ടാവും. അന്ന് ചെറിയൊരു 3 മുറി വീടാണ് ഉള്ളത്. അതപ്പോൾ ഓർമ്മയുണ്ടാവും. നേരത്തെ പറഞ്ഞ ഇൻഡിജീനിയസ് ഗസ്റ്റ് ഹൗസിൻ്റെ താഴത്തായിട്ട് ആ 3 മുറിയിൽ ഞങ്ങൾ 20-24 പേരുണ്ടാവും. കുടുംബത്തിലെല്ലാവരും, ഒരാൾ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ബാക്കിയുള്ളവരൊക്കെ ഉണ്ടാവും. ഏകദേശം ഈ 2 മാസം, അതായത് വെക്കേഷൻ സമയം മുഴുവൻ, പ്രത്യേകിച്ചും ഉത്സവത്തിൻ്റെ ദിവരൊക്കെ ഉണ്ടാവും. ആ ഉത്സവം കാണാൻ വേറെ ഒരു വിരുന്ന് പോകാനുള്ള ഒരേ ഒരു സ്ഥലം ഇത് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ കുടുംബത്തിൽ എന്നുള്ള നിലയിൽ. അങ്ങനെ ഇതൊക്കെ ഞങ്ങൾ ഈ 25 പേര് വരുന്നുണ്ടെങ്കിലും ഇവരെയൊക്കെ ചിരിച്ചും കൊണ്ട് സ്വീകരിക്കുന്ന ഒരു ചേച്ചി, ഇന്ദിരേച്ചി. അതാണ് നമ്മുടെ എല്ലാവരുടെയും ഈ ബന്ധം ഇങ്ങനെ നിന്നിരിക്കുന്നത്. അന്നും ഇന്നും ആ ബന്ധം ചേച്ചിയുടെ മേൽനിൽക്കുന്നു. അങ്ങനെ ഇവിടെ അന്നത്തെ കാലത്ത് ഞങ്ങളെല്ലാവരും പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ പലരും
വലിയ സിറ്റിയിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ചേക്കേറിയിട്ടുള്ളത്. ആരും ഇങ്ങനെ ഒരു റൂറൽ ഏരിയയിൽ വളരെ കുറച്ച് പേര്, ഞാനുണ്ട്, ലില്ലിയുണ്ട്, ഇങ്ങനെ കുറച്ച് പേരല്ലാതെ ബാക്കിയുള്ളവർ മുഴുവനും ഒരുവിധം സിറ്റി എന്ന് പറയുന്നത്, ഇപ്പം ഉദാഹരണത്തിന് അന്നത്തെ വലിയ സിറ്റികൾ തലശ്ശേരി, കണ്ണൂർ, കാസർഗോഡ്, അതേമാതിരിയുള്ള സിറ്റികളിലല്ലാതെ അതിൻ്റെ റൂറൽ ഏരിയയിൽ ഇവരാരും പോകാറില്ല. പക്ഷേ എനിക്ക് എന്തൊരു ഒരു തരം ഇങ്ങോട്ടേക്ക് വന്നേ പറ്റുള്ളൂ എന്നുള്ളൊരു ഇതുണ്ടായി. അതിൻ്റെ കാരണം ഏട്ടന് ഒരു ചെറിയ ശ്വാസം മുട്ടലൊക്കെ ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ ശ്വാസം മുട്ടലുണ്ടായതുകൊണ്ട് 1-2 പ്രാവശ്യം ഇവിടുന്ന് ശ്വാസം മുട്ടലുണ്ടായിട്ട് ജീപ്പ് വിളിച്ചിട്ട് കണ്ണൂരിലേക്ക് വരും. കണ്ണൂരിൽ വന്നിട്ട് അന്ന് ഒരു രാമൻ സർജനുണ്ട്, മേജർ സി രാമൻ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് സർജനാണ്, പക്ഷേ അദ്ദേഹമാണ് ഈ ഹോസ്പിറ്റലിനും അങ്ങനെയുള്ള ബാക്കി ഗുളികളും കാര്യങ്ങളും ട്രീറ്റ്മെൻ്റ് എല്ലാം കൊടുക്കുന്നത്. അന്ന് കണ്ണൂരിൽ ആകെയുള്ളത് ഒന്ന് മാധവൻ ഡോക്ടർ, ഒന്ന് മേജർ രാമൻ, പിന്നെ ഒരു ശ്രീമതി, വേറെ ഒരു ഡോക്ടർ, 4 പേര് മാത്രമാണ്. ഈ ബാക്കി അന്ന് വേറെ ഒന്നുമില്ല. അപ്പോൾ ഇവരിൽ ഈ പറഞ്ഞ രീതിയിൽ പോയിട്ടാണ് ഇതാവും. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, രാമേന്ദ്ര, എനിക്ക് നീ എന്തായാലും ഈ ഇതൊക്കെ വരുന്നത് അത് കഴിഞ്ഞിട്ടാകുമ്പോൾ നീ ഭാസ്കരൻ്റെ അടുത്ത് തന്നെ പോയി, അവൻ അസുഖമല്ലേ, അപ്പോൾ അവനൊരു സഹായമാണ് നീ പോകുന്നത്. അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും അത് തോന്നുകയും ചെയ്തു. എന്താണെന്ന് വെച്ചാൽ ഞാൻ പഠിച്ചതും വളർന്നതും വന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഏട്ടൻ്റെ തണലില്ല. അച്ഛൻ ഒരു എലിമെൻ്ററി സ്കൂൾ ടീച്ചറാണ്. അച്ഛൻ്റെ ശമ്പളം എത്രയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ പെൻഷൻ ആദ്യം വാങ്ങിയത് എനിക്ക് നന്നായിട്ടാണ്. 8 രൂപ 33 പൈസയാണ്. ഞാൻ SLC ആകുമ്പോഴേക്കും അച്ഛൻ റിട്ടയർ ചെയ്തിട്ടുണ്ട്. ഞാൻ 7ാം ക്ലാസ് ആകുമ്പോൾ അച്ഛൻ റിട്ടയർ ചെയ്തു. പിന്നെ ഞാൻ പഠിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഏട്ടൻ്റെ നിരീക്ഷണത്തിലും സൗകര്യത്തിലും അവർ സഹായിക്കുന്നതുമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് SLC കഴിഞ്ഞ് SLCക്ക് നോക്കുമ്പോൾ ഞങ്ങൾ ക്ലാസ്സിലാകെ 2 ആൾക്ക് നല്ല മാർക്കുള്ളൂ. ഒരു കുട്ടിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, എനിക്കില്ല. 420 മാർക്ക് ഫസ്റ്റ് ക്ലാസ്സിന് വേണം, 424 ഹെഡ്മാസ്റ്റർ മോക്കുണ്ട്, എനിക്ക് 405 മാർക്ക്. പിന്നെ അന്നെങ്ങനെ മാർക്ക് വാങ്ങാനൊന്നും അറിയില്ല, കാര്യമൊന്നുമില്ല. അതിന് യാതൊരു പരിതാപവും ഇല്ലതാണ്. പോയി പ്രീ യൂണിവേഴ്സിറ്റിക്ക് ചേർന്നു, പഠിച്ചു. ക്ലാസ്സിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്തൊരു വീട്ടിൽ താമസിച്ചിട്ടാണ് പോകുന്നത്. അന്ന് താമസിക്കാൻ പോകുന്ന സമയത്തുള്ള പ്രായം 14 വയസ്സിൻ്റെ 2 മാസം. അതുവരെ അമ്മേനെ വിട്ട് നിന്നിട്ടില്ല. അമ്മേനെ വിട്ട് നിന്നാൽ പേരാവില്ല, അല്ലാണ്ട് വേറെ എഴുതിയിട്ട് ഞാൻ നിന്നിട്ടില്ല. അവിടെ പോയിട്ട് ആദ്യത്തെ ഒരു 10 ദിവസം കരച്ചിലോട് കരച്ചിലാണ്, വീട് മാറിയ വകയിൽ. എങ്ങനെയായാലും അവിടെ ഒരു നല്ല അമ്മയുണ്ടായിരുന്നു. ആ അമ്മ പറഞ്ഞ് ഒരു 10 ദിവസം കഴിയുമ്പോഴേക്കും എന്നെ സോപ്പിടിച്ച് ശരിയാക്കി. എങ്ങനെയായാലും അവിടുന്ന് ഇതൊക്കെ പ്രീ യൂണിവേഴ്സിറ്റി കഴിഞ്ഞു. പ്രീ യൂണിവേഴ്സിറ്റി കഴിഞ്ഞിട്ട് പരീക്ഷയെല്ലാം കഴിഞ്ഞ് പിന്നെ BSc ചേർന്നു. BSc ചേർന്നിട്ട് അതിന് ശേഷം മാത്രമേ ശരിക്കും പഠനത്തിൽ കൂടുതലായിട്ട് കേന്ദ്രീകരിക്കണം എന്നുള്ളൊരു ആശ വന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു A.O. തോമസ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പലർക്കും അറിയുന്ന ഒരു പ്രൊഫസറുണ്ട്, കെമിസ്ട്രി. അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഞാൻ സെലക്ഷന് പോയത്. അപ്പോൾ എനിക്ക് കെമിസ്ട്രി ഇഷ്ടമായിരുന്നു. പക്ഷേ മാർക്കിൻ്റെ കാര്യം പറഞ്ഞാൽ കണക്കിൽ എപ്പോഴും 100-100 അപ്പോൾ SLCക്ക് 100ഉം മറ്റേ പ്രീ യൂണിവേഴ്സിറ്റിക്ക് 100 ആയതുകൊണ്ട് സാറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ സാറ് കുട്ടിക്ക് കണക്കിലില്ലേ 100 മാർക്കുള്ളത്, അതുകൊണ്ട് കുട്ടി കെമിസ്ട്രി എടുക്കണ്ട, കുട്ടി കണക്കിനെ ചേർന്നാൽ മതി എന്ന് പറഞ്ഞു. കുട്ടി കഴിഞ്ഞ പ്രാവശ്യം കെമിസ്ട്രിക്ക് എത്ര മാർക്ക് പോകാനാണ് ചോദിച്ചു. ഞാൻ പറഞ്ഞത് 96%, 48. എന്തുകൊണ്ട് 4 മാർക്കും കൂടെ വാങ്ങിയില്ല, മറ്റേ 100% വാങ്ങിയില്ല. എന്തുകൊണ്ട് വാങ്ങിയില്ല? കുട്ടി പഠിച്ചിട്ട് ഈ പറഞ്ഞ ഫുൾ മാർക്ക് വാങ്ങുമെങ്കിൽ മാത്രമേ ഞാൻ കെമിസ്ട്രി ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പഠിച്ചോളാം. ആ ഒരു വാക്കാണ് എന്നെ കൊണ്ട് ആദ്യം പറയിച്ചത്, ഞാൻ പഠിച്ചോളാം. പിന്നെ പരീക്ഷകൾ ഇങ്ങനെ വഴിക്ക് വരും. എല്ലാ ക്ലാസ് എക്സാമിനേഷൻ വന്നാലും എനിക്കും വേറൊരു കുട്ടിക്കും പ്രത്യേകിച്ച് ചീത്ത കിട്ടും, വഴക്ക്. എന്തിന്? സാറിൻ്റെ അടുത്ത് ചെന്നിട്ട് ഞങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് 96-98%, എന്നാലും നിങ്ങൾ എന്തുകൊണ്ട് ഫുൾ മാർക്ക് വാങ്ങിയിട്ടില്ല എന്നാണ് ചോദ്യം. അങ്ങനെയുള്ള ആ സാറിൻ്റെ അടുത്ത് ഇതൊക്കെ കിട്ടി
പിന്നെ വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രത്യേകം നിർത്തിയിട്ട് പ്രാക്ടിക്കൽസ് എല്ലാം ചെയ്യുന്നത് 4 മണിക്ക് കഴിഞ്ഞാൽ സാറടക്കം നിന്നിട്ട് 5-5:15 വരെ ഞങ്ങൾ ചെയ്യും. ഈ ചെയ്യിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ 2 മണിക്കൂർ മേലെ ചുവപ്പ് നടന്നെത്തി, അല്ല 2 കിലോമീറ്റർ മേലെ ചുവപ്പ് നടന്നു വന്ന് അവിടുന്ന് 8 കിലോമീറ്റർ ഇപ്പുറം വന്ന് അവിടുന്ന് 2 കിലോമീറ്റർ വീട്ടിൽ നടക്കും. അപ്പോൾ വീട്ടിലെത്തുമ്പോഴേക്കും ഏകദേശം 8 മണിയൊക്കെ അങ്ങനെയുള്ള. അപ്പോൾ ഈ പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തതെന്ന് ഏട്ടനാണ്. അതുകൊണ്ട് ഇങ്ങനെ ഇത് കഴിഞ്ഞു BSc കഴിഞ്ഞപ്പോൾ നല്ല മാർക്കുണ്ട്. അപ്പോൾ ഞാൻ ആരോടും ഒന്നും ചോദിച്ചില്ല, ഞാൻ തന്നെ വലിയ ആളായല്ലോ എന്നുള്ള നിലയിൽ ഞാൻ ഒന്നും ചോദിക്കാതെ കണ്ട് MScക്ക് അപ്ലൈ ചെയ്തു. MSc അന്ന് ആകെ 2 തരം ഉള്ളത്, ഒരു അപ്ലൈയിൽ ഒരു വേറെ തോന്നും. അതിന് 2നും ജോയിൻ ചെയ്യാൻ വേണ്ടി 2നും എനിക്ക് അഡ്മിഷൻ കിട്ടി. എന്താ വെച്ചാൽ ഞാൻ റാങ്കിൻ്റെ ഇതിലാണ് ഉള്ളത്, അപ്പോൾ പിന്നെ എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാനത് ഇവിടെ അന്ന് ഒരു ഉത്സവത്തിൻ്റെ സമയമാണ്, കുട്ടികൾ ഉത്സവം. ഞാനും എൻ്റെ മച്ചനുണ്ട്, ഇന്ദിരേച്ചിൻ്റെ ആങ്ങള, അതായത് ഇന്ദിരേച്ചി ഭാസ്കരൻ്റെ പോയി, അവനും കൂടെ കൊട്ടിയൂർ വരെ പോയിട്ട് തിരിച്ചു വരുന്നതാണ്. ഭയങ്കര മഴയൊക്കെ ഉണ്ട്. തിരിച്ചിവിടെ എത്തിയപ്പോൾ ഇന്ദിര ബസ്സിലൊരു കത്ത്, ഇത് രാമേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് അന്ന് എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്ദിരേച്ചി ഇത് തന്നു. നീ എവിടെ അപ്ലൈ ചെയ്ത് എന്ന് പറഞ്ഞ് എറണാകുളത്താണ്. എന്തിന്? അത് MScക്ക് വേണ്ടി. നീ അതിന് പോകണ്ട കേട്ടോ. ആകെ ഒരു എന്താ പറയണ്ടേ, ഏറ്റവും ആഗ്രഹത്തിൽ നിന്നതാണ് ഒരു PGക്ക് പോകണം, എന്നിട്ടൊരു MSc എടുക്കണം എന്നൊക്കെ. നീ അതിന് പോകണ്ട കേട്ടോ എന്നാണ് ഞാൻ പറഞ്ഞത്. നീ എന്തായാലും ഡോക്ടർ ഭാഗത്തിന് പോയത്. ആദ്യം എന്നോട് പറയുന്നത് ഇന്ദിരേച്ചാണ്, ഏട്ടനല്ല. എനിക്കതുവരെ ആഗ്രഹമില്ല ശരിക്കും പറഞ്ഞാൽ. എന്താ കാരണം, ഈ വീട്ടിൽ നിന്ന് നമുക്ക് ചിലവിന് കിട്ടുന്നത് ആകെ 15 രൂപ കൊണ്ടാണ് ഒരു മാസത്തെ ചിലവ് കഴിക്കുക. 4 രൂപ ബസ്സിനും 4 രൂപ ഭക്ഷണത്തിനും കഴിച്ചാൽ നമുക്ക് ഒരു ദിവസമായി. അങ്ങനെ 15 അല്ല 20 ദിവസം 25 ദിവസം പോകുമ്പോഴേക്കും 15 രൂപ ചെയ്യും. ഇങ്ങനെയുള്ള ഞാൻ ഒരു BScക്ക് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു ക്ലാസ്മേറ്റ് ഉണ്ട്. ആ കുട്ടി എനിക്ക് ഞങ്ങൾക്ക് കാണിച്ചു തരുന്ന ഇത്ര വണ്ണമുള്ള ഒരു ബുക്ക് കൊണ്ടുവരുന്നു. ആ കുട്ടി ആകെ ഒരു 35 കിലോയേ ഉള്ളൂ. ആ കുട്ടി കൊണ്ടുവരുന്ന ഗ്രേവ്സ് അനാട്ടമിയെ കൊണ്ടുവരുന്നു. അത് കൊണ്ടുവന്നിട്ട് അവളെ തൂക്കി പിടിച്ച് കൊണ്ടുവന്നിട്ട്, ഇത് എൻ്റെ കസിൻ പഠിക്കുന്ന ബുക്കാണ്, ഇതിനൊന്നിന് 1700 രൂപയാണ് വില, ഇതേമാതിരി 10-16 ബുക്ക് വാങ്ങണമെന്ന് പറഞ്ഞു. പിന്നെ നമ്മളെന്തിനീ പറഞ്ഞ ഈ ലെവലിൽ എത്താതെ കൊമ്പത്ത് നമ്മളെന്തിനു പിടിക്കാൻ നോക്കുന്നത്, നമ്മളതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല. ഞങ്ങളെ കുറേ എങ്ങനെയായാലും ഞങ്ങളെ ബാച്ചിൽ അന്ന് 16 പേരോ 17 പേരോ ഒന്നാമത്തെ സെലക്ഷന് കിട്ടി, അഡ്മിഷൻ കിട്ടി. 2ാമത്തെ കൊല്ലം പിന്നെ കുറച്ച് പേർക്ക് കിട്ടി. അപ്പോൾ ഞാനെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു പ്രത്യേക എൻട്രൻസ് ഉണ്ട് ഇതിൽ, അതിന് പോയില്ല. ഞങ്ങൾ ഫിസിക്സും കെമിസ്ട്രിയും മാത്രമായതുകൊണ്ട് ബോട്ടണീൻ്റെ ഒരു 6 ആഴ്ചത്തെ കോഴ്സ് അതെല്ലാവരും പാസ്സാവുകയും ചെയ്യും. അതിന് പോയുമില്ല. അപ്പോൾ അതിന് പോയിട്ടുള്ള നാട്ടിനോട് പറഞ്ഞാലും പറയും, നീ എന്തായാലും ഒരു കാര്യം ചെയ്തു, അതിന് ഇത് മെഡിസിന് പോകണം. ഇന്ദിരേച്ചി അതിൻ്റെ അടുത്ത് ഒരു പറയുകയും ചെയ്തു, അല്ല ഇവനെ നമ്മളെന്താ ചെയ്യുന്നത്, ഓനെന്താ ചെയ്യേണ്ടത്, ഓനെന്തായാലും മെഡിസിനല്ല എന്താ പറയുക, ഡോക്ടർ ഭാഗം പഠിച്ചോട്ടെ. അന്ന് ഡോക്ടർ ഭാഗം, മെഡിസിൻ എന്ന് പറയില്ല, ഡോക്ടർ ഭാഗം പഠിച്ചോട്ടെ, അത് ഞാനെല്ലാ ചിലവും ചെയ്തു ഏട്ടൻ്റെ ഉറപ്പ്. അങ്ങനെയാണ് ഈ ഏട്ടൻ എൻ്റെ എന്താ പറയുക ഗുരുവും അച്ഛനും അമ്മാവനും എല്ലാം കൂടിയായി. പിന്നെ എനിക്കൊന്നും പറയാനുണ്ട്. അപ്പോൾ ഈ ഏട്ടനൊരു വയ്യായി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്നും ആലോചിച്ചിട്ടില്ല. നേരെ പേരാവൂരേക്ക് പറയേണ്ടതാമത് ഞാൻ പേരാവൂരേക്ക് വന്നു. പേരാവൂർ വന്നതിന് ശേഷം എനിക്കുള്ള അനുഭവങ്ങൾ പറഞ്ഞാൽ, ഇത്രയും നല്ല ജനങ്ങൾ, ഇത്രയും നല്ല ബന്ധങ്ങളുള്ളവർ വേറെ ഒരു ദിക്കിലും നമ്മുടെ നാട്ടിൽ പോലും ഇല്ല. കാരണം എന്താ വെച്ചാൽ എല്ലാവരും ഇല്ലായ്മയും വല്ലായ്മയും ഉള്ളവരാണ്. അപ്പോൾ അവർക്ക് നമ്മൾ അങ്ങനെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ വരുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് വേറെ 1-2 ഇത് ഉണ്ടായിരുന്നു, ആദരിക്കലുണ്ടായിരുന്നു. ഒരു പ്രായമുള്ള ഏകദേശം ഒരു 80-85 വയസ്സുണ്ട്. അവരും അവരുടെ മകൻ പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ ഇല്ലെന്ന് ഞാൻ പറയില്ല. എന്നിരുന്നാലും അവർ 2ആളും വന്നു, എന്നെ കണ്ടു, കെട്ടിപ്പിടിച്ചു, കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പോയി. അപ്പോൾ അതേമാതിരി നമ്മുടെ പഴയ തലമുറകൾക്കുള്ള ആ ബന്ധം ഒരിക്കലും നമുക്ക് വിട്ടുമറക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്നതുകൊണ്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള നഷ്ടബോധങ്ങളുമില്ല.
കാരണം എന്താ വെച്ചാൽ എൻ്റെ മക്കൾ വഴിതെറ്റാതെ തോന്നുന്നു അതാണ്. കാരണം ഇവരൊക്കെ ടൗണിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡോക്ടറോ ആവില്ല, ഒന്നും ആവില്ല. കാരണം അവിടെ നിന്ന് കുറേ അടിപ്പടി നടക്കും. ഇവർ 1,00,000 കുട്ടികളിൽ കിട്ടുന്നത് 500 കുട്ടികൾക്കല്ല സെലക്ഷൻ കിട്ടുന്നത് പണ്ട്, അല്ലെങ്കിൽ 1000 കുട്ടികൾക്ക്. ഈ 500ൻ്റെ അല്ല 1,00,000ൻ്റെ 1000 എന്ന് പറഞ്ഞാൽ എത്ര സെലക്ഷൻ കാണും. അപ്പോൾ അത് കിട്ടിയതും ഭാഗ്യമാരുടെ ഡോക്ടറായതും വഴിതെറ്റാതിരുന്നതും ഒക്കെ ഈ ചെറിയ ഗ്രാമപ്രദേശത്ത് വന്നുകൊണ്ടാണ്. ഒരിക്കലും നഷ്ടബോധമില്ല. ഇവിടെയുള്ളവരുടെ ബന്ധം സ്നേഹവും കാര്യങ്ങളും ഒക്കെ വളരെ വളരെ നല്ല നിലയിൽ കിട്ടിയതുകൊണ്ട് ഇന്നും ആ ബന്ധങ്ങളും ആ കുടുംബ ബന്ധങ്ങളും നമുക്ക് നിൽക്കുന്നതുകൊണ്ട് എൻ്റെ കുടുംബത്തോടും അതേമാതിരി തന്നെ സ്നേഹം കാണിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ഉള്ള വിവരം വെച്ചിട്ട് നമ്മളെല്ലാം ട്രീറ്റ് ചെയ്തില്ല, എന്നാലും വലിയ പാകപ്പിഴകളൊന്നും വരാതെ മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുണ്ട്. ഇന്നിപ്പം നിങ്ങളിവിടെ ഞങ്ങളെ ആദരിച്ചതിന് എല്ലാവരുമെല്ലാം നന്ദിയല്ല പറയേണ്ടത്, എന്താ പറയേണ്ടത്, നിങ്ങൾക്ക് അവിടെ ഉള്ള കടപ്പാടുകൾ ഞാൻ പറയാൻ വേറെ പ്രത്യേകിച്ചുള്ള വാക്കുകളൊന്നും തന്നെ പറയാനില്ല. പിന്നെ ദൈവം സഹായിച്ചിട്ട് ഇതുവരെ ആയുരാരോഗ്യത്തോടും കൂടെ നിൽക്കാൻ പറ്റി. പക്ഷെ അതിലടുത്ത് ഒരു ചെറിയ ഇവിടെ സ്ഥലം വിട്ടു എന്നുള്ള ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ വിധി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പലതും, അതിനകത്ത് നമ്മൾ കണക്ക് കൂട്ടുന്നുണ്ട്. എന്നിരുന്നാലും ഇപ്പം ഞങ്ങളിവിടെ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു 40-45 പേരുണ്ട്. എൻ്റെ സ്റ്റാഫ് മുഴുവൻ എൻ്റെ കുടുംബമാണ്. അതാണ് എനിക്ക്. കാരണം എന്നെക്കൊണ്ട് വീടെടുത്ത് എന്നെക്കൊണ്ട് അവരെ കുടുംബത്തിലെ കുട്ടികൾ പഠിച്ച് ബാക്കിയതായി അങ്ങനെയുള്ളവർ കുറേ പേരുണ്ട് എൻ്റെ കൂടെ. ഇപ്പം 35-40 കൊല്ലം വരെ എൻ്റെ കൂടെയുള്ളവർക്ക് എവിടെയാണ്. അത് തന്നെ ഒരു വലിയ സമാധാനമാണ്. ഇതൊക്കെയുള്ള കാര്യങ്ങൾ. ഇനിയുള്ള കാലം ഇതേമാതിരി കുറേ കാലം അസുഖങ്ങളൊന്നും ഇല്ലാതെ അങ്ങ് പോയാൽ മതി, പ്രശ്നമൊന്നുമില്ല. ഇന്നിപ്പോൾ നിങ്ങളിങ്ങനെ ഒരു തന്നതിന് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. എല്ലാവരോടും നന്ദിയോടെ കുറിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഡോക്ടർക്ക് ചെറിയൊരു മധുരം കൊടുത്തുകൊണ്ട് ജയേട്ടൻ 2 വാക്ക് ഡോക്ടർ സംസാരിക്കുന്നു. ഇരുന്ന് പറഞ്ഞാൽ മതി. ഇരുന്ന് ഡോക്ടർ ഇരുന്നോ? പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. ആക്ച്വലി നിങ്ങളിപ്പോൾ ഈ വന്നിരിക്കുന്നത് ശരിക്കും അച്ഛനോടുള്ള ആ ഒരു ബന്ധവും സ്നേഹവും കൊണ്ടാണ്. ശരിക്കും അത് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഉണ്ടാക്കിയ ആ നല്ല പേര് ഞങ്ങളായിട്ട് വൃത്തികേടാക്കാതെ കൊണ്ടുപോകാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ഒരു പ്രാർത്ഥന മാത്രമേ ഞങ്ങൾക്കുള്ളൂ. പിന്നെ എനിക്കായാലും വിമലിനായാലും എൻ്റെ വൈഫ് ഞങ്ങൾ 3 പേരാണ് കൂടെ വരുന്നത്. അപ്പം അച്ഛൻ്റെ ആ നല്ല പേരൊന്നും ചീത്തയാക്കാതെ ഞങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കാം. ആരാധകനായ ഡോക്ടർ പിന്നെ ഡോക്ടർ പ്രസിഡന്റ് സുഭാഷ് മാസ്റ്റർ, പ്രിയപ്പെട്ട സീനിയേഴ്സ്, ഈ ഡോക്ടേഴ്സ് ഡേയുടെ പ്രത്യേകതയെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞു. രാമേന്ദ്രൻ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ നേതാവിടാനുള്ള സാഹചര്യത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ചും വിദ്യാഭ്യാസ കാലത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അത്ഭുതത്തോടെ കേട്ടിരുന്ന ഒരാളാണ്. ഞങ്ങളെല്ലാം ഞങ്ങൾക്കെല്ലാം ഒരു പുതിയ അറിവാണ് ഡോക്ടറെ പറഞ്ഞത്. തീർച്ചയായും നമ്മളൊക്കെ ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ സമ്പന്ന കുടുംബത്തിൽ നിന്ന് കടന്നു വരുന്ന ഒരാളെന്ന രീതിയിലും അതുപോലെ തന്നെ ഒക്കെയാണ് വീക്ഷിക്കുക. പക്ഷേ ഡോക്ടർ പറഞ്ഞു വന്ന കാര്യങ്ങൾ അത് അദ്ദേഹത്തിൻ്റെ പരിശ്രമഫലമായി ഉയർന്നു വന്ന അദ്ദേഹത്തിൻ്റെ ആ കാഴ്ചപ്പാട് വളരെ അഭിമാനത്തോടെ ഞങ്ങൾ കാണുന്നു. നേതാവിലേക്ക് വരാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. തീർച്ചയായും പേരാവൂരിന് അതൊരു അനുഗ്രഹമായി മാറി എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഡോക്ടർ ഇവിടെ വന്നതിന് ശേഷം ഇവിടെയുള്ള
നമ്മളുമായി ഈ നാടുമായി ബന്ധപ്പെട്ട് നാട്ടിലെ പൊതുരംഗത്തും അതുപോലെ തന്നെ ചാരിറ്റി രംഗത്തും ഒക്കെ അദ്ദേഹം നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ, ആ മേഖലയിൽ അദ്ദേഹം കൈവരിച്ചിട്ടുള്ള ഒരുപാട് സേവന സന്നദ്ധകൾ, അതെല്ലാം ബഹുമാനത്തോടെ കാണുന്നവരാണ് ഞങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം രാമേന്ദ്രൻ ഡോക്ടറെ ആദരിക്കുക എന്ന് ഞങ്ങൾ തീരുമാനിച്ചത് അഭിമാനത്തോടും അതുപോലെ തന്നെ എല്ലാവരും ഐക്യകണ്ഠന് സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ തീരുമാനിച്ചതും. രാവിലെ പ്രസിഡന്റ് ഡോക്ടറെ അടുത്ത് ഒന്ന് ഡോക്ടറുടെ സമ്മതം വാങ്ങുകയും ചെയ്തത്. നമ്മളെ സംബന്ധിച്ചോളം അറിയാം, ഈ പേരാവൂരിലെ രാമേന്ദ്രൻ ഡോക്ടറെ കൈകളിൽ എത്തിപ്പെടാത്ത ഒരു മനുഷ്യനുണ്ടാവും എന്നെനിക്ക് തോന്നുന്നത്. കാരണം നമ്മളെല്ലാം ഏത് വിഷയത്തിനും ആദ്യം ഓടിച്ചിരുന്നത് ഒരു ഡോക്ടറെയാണ്. ആ ഡോക്ടർ മിക്കവാറും രാമേന്ദ്രൻ ഡോക്ടർ തന്നെ ആയിരിക്കും. കാരണം മറ്റൊരുപാട് ഡോക്ടർമാരുടെ ഈ പരിസരങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ പോലും രാമേന്ദ്രൻ ഡോക്ടറെ കാണുക എന്നതാണ് നമ്മുടെ എല്ലാം ഒരു മനസ്സിന് സന്തോഷം പകരുന്ന ഒരു കാര്യം. അത് നമ്മൾ ഒരു വീഴ്ചയും വരുത്താതെ അദ്ദേഹത്തിൻ്റെ വന്നതിന് ശേഷമേ നമുക്കൊരു സംതൃപ്തി കൈവന്നിട്ടുള്ളൂ എന്നാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ ഇനിയും പേരാവൂരിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ദുഃഖങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഘടനാ വേർപാട് നമുക്കെല്ലാം വേദന ഉണ്ടാക്കുന്നതാണ്. അദ്ദേഹത്തിന് അതിലുണ്ടായിരിക്കുന്ന വിഷമത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് 51 വർഷമായി പേരാവൂരിൽ സേവനം ചെയ്യുന്ന രാമേന്ദ്രൻ ഡോക്ടർ ഇനിയും ഒരു 51 വർഷം കൂടി സേവനം ചെയ്യാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. അതെ, ഞാനൊരു ചടങ്ങിലാവില്ല ഡോക്ടറെ ഞാൻ എത്തിയിട്ട് വിളിക്കാതെ. നമ്മുടെ സീനിയർ ചേംബർ കൂടി നമ്മളിന്ന് ആദരിക്കപ്പെട്ട പേരാവൂരിൻ്റെ ഈ കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും പ്രഗത്ഭനായ ഡോക്ടർ വി രാമചന്ദ്രൻ, അമർ ഡോക്ടർ, ഞാൻ ഡോക്ടർ, ലക്ഷ്മി ഡോക്ടർ, മറ്റ് സീനിയർ ചേംബർ ഇന്റർനാഷണൽ മുരിങ്ങോടി മിഷൻ്റെ ഏറ്റവും വിശ്വസനരായ പ്രവർത്തകർ. നമ്മുടെ മുരിങ്ങോടി റീജിയനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും അഭിമാനാർഹമായ ഒരു സുദിനമാണ്. ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയെങ്കിലും ഇതിനേക്കാൾ മഹത്തരമായ ഒരു ചടങ്ങ് ഇനി നടത്താനില്ല എന്ന് തന്നെയാണ്. കാരണം ഡോക്ടർ കൂടിയുള്ള നമ്മുടെ പേരാവൂരിൽ 50 വർഷം പൂർത്തീകരിച്ച പേരാവൂരിൻ്റെ നമുക്കറിയാം, ഇന്ന് DC റോയിയുടെ ജന്മദിനമാണ്. വെസ്റ്റ് ബംഗാളിൻ്റെ ചീഫ് മിനിസ്റ്ററായിരുന്ന ഡോക്ടറായിരുന്ന DC റോയിയുടെ ജന്മദിനമാണ് ദേശീയ ഡോക്ടർ ദിനമായി ആചരിക്കുന്നത്. അപ്പോൾ ആ ഡോക്ടേഴ്സ് ഈ സമൂഹത്തെ ഈ ലോകത്ത് നൽകി വരുന്ന ഏറ്റവും നിസ്വാർത്ഥമായ സേവനം, അത് നമ്മുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് കൂടുതൽ ആളുകൾ ഇതിലേക്ക് പ്രേരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം കൂടി ഈ ഡോക്ടേഴ്സ് ദിനത്തിൻ്റെ. അതോടൊപ്പം തന്നെ നമുക്ക് ഈ നിസ്വാർത്ഥമായ സേവനത്തെ ആദരിക്കുക. അതിൻ്റെ ഭാഗമായി നമുക്ക് ഈ മേഖലയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല, ഏറ്റവും മുന്തിയ ഒരു ഡോക്ടറെ തന്നെയാണ് നമുക്ക് ബഹുമാനമുള്ളത്. ഡോക്ടറുടെ ഈ മേഖലയിലേക്ക് കടന്നു വന്ന നാൾവഴികളെക്കുറിച്ച് വളരെ ഹൃദയസ്പർശിയായി നമുക്ക് ആദ്യമായി ഇന്ന് ഈ ഡോക്ടേഴ്സ് ഡേയിൽ എല്ലാ ഡോക്ടേഴ്സും എല്ലാവിധ ആശംസകളും ആയുരാരോഗ്യ സൗകര്യങ്ങളും. എൻ്റെ അറിവിൽ ഏകദേശം ഒരു 75 വയസ്സ് ആയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. ഒരു 75 വയസ്സ് 78 അപ്പൊ ഏകദേശം കറക്റ്റ്. നമ്മളിങ്ങനെ സംസാരിച്ചു, ഞാൻ 80 വയസ്സായിട്ടുണ്ടാവും ഡോക്ടർ. അപ്പൊ ഇവര് പറഞ്ഞു 73, അതിന്റെ പ്രാമുഖയിലാണ്. അതുകൊണ്ട് ഞാൻ 75 പറഞ്ഞു, ഇപ്പൊ 78. അപ്പൊ ഏകദേശം എന്റെ ആ കണക്കൂട്ടൽ ശരിയാണ്. ഓരോ വിഷു എല്ലാവരും കൊണ്ടാടുന്ന. അപ്പൊ ഞാൻ ഇവിടെ എല്ലാവരും കാര്യങ്ങൾ പറഞ്ഞു, എന്റെ ചില അനുഭവങ്ങൾ മാത്രം ഞാൻ പറയാം. മറ്റു കാര്യങ്ങൾ പറയാനില്ല, മറ്റുള്ളവരുടെ വിശദമായി പറഞ്ഞു. ഡോക്ടേഴ്സ് ഡേയിൽ എൻ്റെ അനുഭവങ്ങൾ. നമുക്ക് ആദ്യമൊക്കെ ഒരു ചെറിയ പനി വന്നു കഴിഞ്ഞാൽ ഡോക്ടർ എടുക്കുക വരിക. അപ്പോൾ ഡോക്ടർ ആ ഒരു സ്റ്റൂൾ ഇരിക്കണമെന്ന് പറയും. അപ്പൊ തന്നെ നമ്മളൊരു പകുതി രോഗം പോയി. ആ ഒരു അങ്ങനെയാണ് ആ ഒരു മെത്തേഡ്. പിന്നെ 2-3 ദിവസം മരുന്ന് കുറിച്ചു, അതങ്ങ് സുഖമായി. എൻ്റെ അനുഭവം അങ്ങനെ എത്രയോ പ്രാവശ്യം. അതിനുശേഷം എൻ്റെ അച്ഛൻ ഇപ്പം മരിച്ചിട്ട് 4 വർഷമായി. 90ാമത്തെ വയസ്സിലാണ് മരിച്ചത്. അച്ഛൻ എൻ്റെ ഓർമ്മയിൽ ആ ഒരു 10 പ്രാവശ്യം ഡോക്ടർ എടുക്കാൻ വന്നിരുന്നോന്ന് അറിയില്ല. ചെറിയ അച്ഛൻ അങ്ങനെ ഒരു പനി വരും. ഈ കാണിച്ചത് രാമചന്ദ്രൻ ഡോക്ടറെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ ജീവിതത്തിൽ. എൻ്റെ ഓർമ്മയിലെ എന്തെങ്കിലും ബാസ്റ്റർ ഡോക്ടറെ കാണിച്ചണമെന്ന് എനിക്കറിയില്ല, എനിക്ക് അത്ര ഓർമ്മയില്ല. ഡോക്ടർ എടുക്കാൻ വരും, ഒരു മരുന്ന് വരും, അത് കിടക്കാൻ ചിലപ്പോൾ ഒരു പ്രാവശ്യമായിട്ട് ഡോക്ടർ നിർബന്ധിച്ചു. ഒരു ദിവസം അഡ്മിറ്റ് ആയിക്കോ, ചുമ്മാ കിടക്കണം മാറ്റാ ഡോക്ടറെ പോയി 2 ദിവസം കൊണ്ട് സുഖമാവും. ഇതാണ് ഇതിന് വലിയൊരു അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ
എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ആദ്യമേ നമ്മുടെ നാടിൻ്റെ പ്രകാശമായിരുന്നു നമ്മുടെ ഭാസ്കരൻ ഡോക്ടർ. നമുക്കെല്ലാവർക്കും അറിയാം, എൻ്റെ ഫാദേഴ്സ് എനിക്കും അറിയുന്നുണ്ട്, എൻ്റെ ചാച്ചനും അമ്മച്ചിയും ഒക്കെ എല്ലാവരും ഭാസ്കരൻ ഡോക്ടറെ അടുത്ത് കാണാത്ത, ചികിത്സിക്കാത്ത കൊച്ചുനാളിലെ നമ്മളൊക്കെ ഒരു പനി വന്നാൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന നമ്മുടെ ഭാസ്കരൻ ഡോക്ടറാണ്. അതിനുശേഷമാണ് രാമൻ ഡോക്ടർ വന്നു. സാറ് പറഞ്ഞ പോലെ തന്നെ ഡോക്ടർ വന്നു, ഡോക്ടറെ പിന്നെ ഡോക്ടറായി. എൻ്റെ ഫാദർ എപ്പോഴും പറയാറുണ്ട്, എന്തെങ്കിലും അസുഖം വന്ന നേരം ഡോക്ടറെ എടുത്തു. അതിനുശേഷം എൻ്റെ അമ്മ കഴിഞ്ഞ വർഷം 2 ആഴ്ച ഇവിടെ അഡ്മിറ്റായിരുന്നു. വളരെ ഡോക്ടറുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ വളരെ ലവിങ് ആണ്. ഒരു ഡോക്ടറിനെ കാണാത്ത ആ ഒരു അതിനുശേഷം വരുന്ന എങ്ങനെയാണെന്നൊരു വീണ്ടും അതിനെ ഒരു കാര്യങ്ങളെല്ലാം ഗ്രഹിച്ചുകൊണ്ട് വീണ്ടും ആര് ചെന്നാൽ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്, അല്ല അച്ഛൻ എങ്ങനെയുണ്ടെന്നൊരു ചോദ്യം, അത് നമുക്ക് വളരെ ഹൃദയത്തിൽ പതിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഇപ്പൊ തന്നെ വളരെ തിരക്കിട്ട ഒരവസ്ഥയിലും ഇവിടെ ഈ ഡോക്ടർമാരെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കാൻ ഒരു മനസ്സ്, വളരെ സന്തോഷം തോന്നി. അപ്പൊ ഞങ്ങളുടെ ഒപ്പം ഈ ചെറിയൊരു ഗ്രൂപ്പിന്റെ ഒപ്പം വന്നിരുന്ന ഇത്രയും കാര്യങ്ങൾ പറയുവാനും അതോടനുബന്ധിച്ച് ഡോക്ടറെയും പഴയ കാര്യങ്ങളൊക്കെ എനിക്കറിയാത്ത ഒത്തിരി കാര്യങ്ങൾ ഡോക്ടർ പറയും. അത് കേട്ട് വളരെ മനസ്സിന് ഒരു സന്തോഷം തോന്നി. നമുക്ക് കിട്ടിയത് അതായത് നമുക്കൊരു നാടിന്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ ആരോഗ്യം എന്ന് പറയുന്നത്, ധനം എന്ന് പറയുന്നത് ഡോക്ടർമാർ തന്നെയാണ്. നമുക്ക് ആരോഗ്യമില്ല, ധനമില്ല. അപ്പൊ എത്രമാത്രം ഈ പേരാവൂരിനെ ഹൃദയത്തിലേക്ക്, പേരാവൂരിന്റെ ആരോഗ്യത്തെ സംരക്ഷിച്ചു എന്ന് നമുക്കെല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഡോക്ടേഴ്സാണ്, തിരക്കുണ്ട്. അപ്പം ആദ്യം തന്നെ ഡോക്ടർ വേറൊരു കാര്യം കൂടെ പറഞ്ഞു, നമുക്ക് രാമൻ ഡോക്ടറെ കിട്ടി. പിന്നെ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് ഡോക്ടർ പറഞ്ഞ പോലെ എവിടെയോ ടൗണിൽ എവിടെയൊക്കെയോ ദേശങ്ങളിൽ വർക്ക് ചെയ്യേണ്ട ഡോക്ടർ അമ്പര് വീണ്ടും നമ്മുടെ നാട്ടിലേക്ക് എത്തിയിരിക്കുന്നു. വളരെ സന്തോഷമുള്ള നമ്മുടെ നാടിന്റെ പ്രകാശമായിട്ട് ഈ ഡോക്ടേഴ്സ് വന്നിട്ടെന്ന് ആദ്യം തന്നെ ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക്